ഒരു മൈഗ്രെയിൻ മതി നമ്മളെ രോഗിയാക്കാൻ, അതും വലിയ രോഗി. ഉറങ്ങി എഴുന്നേറ്റതാണ്. ഇന്നലെ ഏട്ടത്തിന് കണ്ടപ്പോൾ അവൾ പറഞ്ഞു, ചിലർ മുടി കളർ ചെയ്യുന്നത് കണ്ട എന്തൊരു ഭംഗിയാണ്, നിൻ്റെത് ഭംഗിയില്ല. അവൾ ഓടിച്ചിട്ട് തല്ലാഞ്ഞെ കൊണ്ട് അന്ന് പാവാഞ്ഞിട്ടാ. കാരണം ഹീലുള്ള ചെരുപ്പിട്ടിട്ട് നടക്കുമ്പോൾ കാല് വേദനയാവുക, അല്ലെ ഓടിച്ചിട്ട് ഞാൻ തല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഈ സിനിമയൊക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പ് കേട്ടിട്ടുണ്ടോ, മറ്റേ സിഗരറ്റ് വലിച്ചാൽ രോഗിയാവാൻ ഇതിനേക്കാട്ടി വലിയ ഒരു മാരക രോഗി. ഒന്നും വിചാരിക്കില്ല, കേസ് ഉറങ്ങി എഴുന്നേറ്റതാണ്. അപ്പോൾ ഭയങ്കര തലവേദന. അപ്പം ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ചെയ്തിടാം. വീഡിയോ ചെയ്തിട്ടാൽ തലവേദന മാറുമോ എന്ന് ചോദിക്കും, പക്ഷേ മാറുമോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ തലവേദന എന്താണെന്നറിയോ? ഈ വീഡിയോ തന്നെയാണ് തലവേദന. എന്നോട് എൻ്റെ ഡോക്ടർ എന്നിങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അത് ശരിക്കും എൻ്റെ ഡോക്ടർ തന്നെയാണ്. എനിക്ക് അത്ര മേലിഷ്ടമാണ് ഡോക്ടർ. അപ്പോൾ നമ്മളിപ്പം ഒരു ഹോസ്പിറ്റലിൽ പോകുക വെച്ചാൽ അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി എന്നല്ലേ പറയുക, കെയറിങ്ങിന് എനിക്കറിയില്ല കേട്ടോ, 9ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. അപ്പം അത് വെച്ചിട്ട് ചില ഡോക്ടർമാരുടെ ഗൗരവമൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, വരണ്ടില്ലായിരുന്നു പണ്ടാരടങ്ങാൻ എന്ന് ചിന്തിക്കാറില്ലേ? പക്ഷെ ഇതെനിക്ക് അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഭയങ്കര റിലാക്സാണ്. അപ്പം എന്നോട് പറഞ്ഞ, നീ വീഡിയോ ചെയ്യൽ സോഷ്യൽ മീഡിയയിൽ വരൽ നിർത്തണം. കാരണം അവിടെ വരുമ്പോഴാണ് അവർ എന്തെങ്കിലും കമൻ്റ് ഇടുക, നീ അത് നോക്കുക, അല്ലെ എന്തെങ്കിലും റിയാക്ഷൻ വീഡിയോ വരിക, അപ്പം നീ അതിന് മറുപടി കൊടുക്കുക. അപ്പോൾ നീ ടെൻഷനാവും, പ്രഷറാവും, അപ്പം നിനക്ക് തലവേദന വരും. ആ തലവേദന ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോട് ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതെന്ന്. അപ്പോൾ മോനെ ഡോറും തുറന്നിട്. അപ്പോൾ എന്നോട് പറഞ്ഞൊരു സംഭവം എന്താ വെച്ചാൽ, എന്നോടല്ല പറഞ്ഞത്, അരുണിനോടാണ് പറഞ്ഞത്. ഇവയ്ക്ക് മറ്റേ ടോർച്ചുള്ള നോക്കിയൻ്റെ ഫോണുണ്ടല്ലോ, അതിട്ടാ ഒന്ന് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞതാ. അത്രമേൽ എന്നോട് ഫോൺ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഇതിപ്പം വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ തലവേദന. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എത്ര പേര് കണ്ടു എന്നെനിക്കറിയില്ല. മറ്റേ ആ തള്ളച്ചി, എൻ്റെ മക്കൾ മരണപ്പെട്ടു പോകാൻ നിസ്സാര സമയം മതി എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഒരു അമ്മ എന്ന നിലയിൽ നമുക്കത് കേൾക്കുമ്പം ഭയങ്കരമായിട്ട് ഫീലാവൂലേ? ആ ഒരു ഫീലാണ് എനിക്കിപ്പോൾ തലവേദനയായത്. അപ്പോൾ എനിക്കതിൽ ഞാൻ ആ തള്ളനെ കയറി തെറി വിളിക്കാനോ ഒന്നും ഞാൻ നിൽക്കില്ല. താൻ പാതി ദൈവം പാതി എന്നാ, ഞാൻ ദൈവത്തിന് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ കർമ്മ എന്ന് പറയുന്നൊരു സംഭവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ചെറുപ്പം തൊട്ടേ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നലെയും കൂടിയും എൻ്റെ വാപ്പയുടെ പെങ്ങളുണ്ട്. പെങ്ങളെന്ന് പറയുമ്പോൾ നേരിട്ടുള്ള പെങ്ങളല്ല കേട്ടോ, കസിനാണ്. അപ്പോൾ അവരെ കണ്ട സമയത്ത് എന്തിനെക്കുറിച്ചാണ്, അമ്മാമ്മയുടെ എന്തോ ആണ്ടിനെ കുറിച്ചോ എന്തോ എന്ന് പറഞ്ഞ സമയത്ത്, ആരും ഒന്ന് മുജാഹിദാണോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുജാഹിദാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എനക്കൊന്ന് പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ വിചാരിക്കും മുജാഹിദുങ്ങൾക്ക് എത്ര തെറ്റായിട്ടൊരാൾ കാണുന്നു. സുന്നീനെ സംബന്ധിച്ച് മുജാഹിദുകളുടെ വിശ്വാസങ്ങളിൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ഞാൻ മുജാഹിദും സുന്നിയൊന്നും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. പല പല വിഭാഗങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഈ മുജാഹിദ് വിഭാഗത്തിന് എനിക്ക് ഇത്രമേൽ ഇഷ്ടപ്പെടാനുള്ളൊരു കാര്യം, അവർ കർമ്മ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിനെ യഥാർത്ഥത്തിൽ അവർ നടപ്പിലാക്കുന്നുണ്ട്. കാരണം
ഒരാൾ മരിച്ചതിന് ശേഷം 100 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടോ 100 പേർക്ക് പിന്നെ എന്തെങ്കിലും ധനസഹായം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തോ അതേ നമുക്ക് നമ്മുടെ 6 അടി മണ്ണിൻ്റെ അകത്ത് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നൊരു സംഭവമാണ്. ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ പെട്ടെന്ന്, രാവിലെ അല്ലാന്ന് പുലർച്ച എന്ന് പറയും, ഞാൻ ഏത് സമയത്താണ് ആ വീഡിയോ കൊണ്ടുപോയെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാനും വർക്ക് ഉണ്ടായിട്ടെന്നല്ല ഉറങ്ങിയിട്ടില്ല. എനിക്ക് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും അവന് കല്യാണപ്പുരയെന്നോ എവിടുന്നോ ആണ് ഇത് കണ്ടത്. അപ്പം എന്താണെന്ന് എനിക്ക് കറക്റ്റ് എനിക്കറിയില്ല. ജസ്റ്റ് ഒരു എന്തൊരു 18-20 മിനിറ്റ് മാത്രമേ എനിക്ക് അയച്ചു തന്നിട്ടുള്ളൂ. അല്ല, 18-20 സെക്കൻഡ് മാത്രം. അതിൻ്റെ അപ്പുറം ഇപ്പുറം എന്താ പറഞ്ഞതെന്നുള്ളത് ഞാൻ ഇപ്പോഴും കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരമ്മ എന്നുള്ള നിലയിൽ മനസ്സ് വേദനിക്കും. അപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചു, ഒരാളോ 10 പേരോ 100 പേരോ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴേക്കും സത്യമാവണമെന്നില്ലല്ലോ. അപ്പം ആ പറഞ്ഞവരുടെ എന്താ പറയുക, അവരെ പറഞ്ഞ ആൾക്കാരുടെ നേരെ മറ്റുള്ളവർ പറയുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള വിഷമം അറിയുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത്, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പാടത്ത് പണിയും വരുമ്പത്ത് കൂലി എന്നാണ് പറയൽ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. നമ്മൾ പണി കഴിഞ്ഞു എന്ന് തോന്നുന്നത്, ഇപ്പം 4 മണിക്ക് പണി കഴിയുന്നുണ്ടെങ്കിൽ 3:55 നമുക്ക് ഗൂഗിൾ പേ ചെയ്തിരുന്ന കാലമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റിൽ ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. ആ ഒരു വിഷമമാണ് എനിക്ക് തലവേദന ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് വിട്ടുകൊടുത്തു. താൻ പാതി ദൈവം പാതി, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ കർമ്മ അത് താൻ പാതി ദൈവം പാതിനെക്കാട്ടിലും കിട്ടുന്നൊരു സംഭവം. കൈമലൊക്കെ പെയിൻ്റാണ് ഗൈസ്. പലിശ ഞാൻ ജസ്റ്റ് ഉണങ്ങാൻ വെച്ചിട്ട് ഒന്ന് പോയി മയങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ലേ, വർക്കുള്ളതുകൊണ്ട് നല്ല ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്ത് തീർക്കണം. ഞാൻ ഫാൻ ഇട്ടാൽ ഭയങ്കര സൗണ്ടായിരിക്കുമല്ലോ എന്ന് വെച്ച് ഫാൻ ഇടാതിരുന്നു. അതാട്ടോ ഇങ്ങനെ സുലഭമായിട്ട് വേർത്തൊലിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം തലവേദന, കർമ്മ, ഈ 2 കാര്യങ്ങൾ. ഓക്കെ, ടാറ്റാ.